ഒരു രൂപ പോലും നഷ്ടപ്പെടാൻ സാധ്യതയില്ലാതെ സർക്കാർ ഗ്യാരണ്ടിയോടെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാനും ഒപ്പം നിങ്ങളുടെ കയ്യിലെ ടാക്സ് പണം ലാഭിക്കാനുമുള്ള നിക്ഷേപ മാർഗങ്ങളാണ് ഇപ്പോൾ ആളുകൾ നോക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപത്തെക്കാൾ സുരക്ഷിതമായി കൂടുതൽ ലാഭം തരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു കിടിലൻ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മറ്റെങ്ങും പോകാതെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴി തന്നെ ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ്. വലിയ റിസ്കുകളൊന്നും എടുക്കാതെ പണം ഇരട്ടിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഭാരത സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അഥവാ NSC. എന്താണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്? ലളിതമായി പറഞ്ഞാൽ സാധാരണക്കാർക്കും ശമ്പള വരുമാനക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണിത്. നിലവിൽ അതായത് 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ഈ ആദ്യ ക്വാർട്ടറിൽ വർഷം 7.7% എന്ന മികച്ച പലിശ നിരക്കാണ് സർക്കാർ ഇതിന് നൽകുന്നത്. വെറും 1000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കുകയും ചെയ്യാം. ഇതിന്റെ പ്രധാന ആകർഷണം ഇതിലൂടെ കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ് ആണ്. പഴയ ടാക്സ് സമ്പ്രദായം തിരഞ്ഞെടുക്കുന്നവർക്ക് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെയുള്ള നികുതി ഇളവ് ഈ ഒരൊറ്റ പദ്ധതിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ആർക്കൊക്കെ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിൽ നിക്ഷേപം നടത്താം? ഷെയർ മാർക്കറ്റിലെയും മറ്റും ഇറക്കുമതികൾ കണ്ട് പേടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒട്ടും നഷ്ടപ്പെടാതെ സുരക്ഷിതമായി ഇരിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇതിൽ ചേരാം. പ്രത്യേകിച്ച് ടാക്സ് ലിമിറ്റ് കഴിഞ്ഞ കയ്യിൽ നിന്ന് വലിയൊരു തുക നികുതിയായി പോകുന്ന ശമ്പളക്കാരായ ജീവനക്കാർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ഈ നിക്ഷേപ വിവരം നിങ്ങളുടെ കമ്പനിയെ അറിയിച്ചാൽ ശമ്പളത്തിൽ നിന്നും മാസം തോറും പിടിക്കുന്ന TDS തുക വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും സ്വന്തം പേരിലോ അല്ലെങ്കിൽ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിലോ ഇത് തുടങ്ങാം. 3 പേർക്ക് വരെ ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് എടുക്കാനുള്ള സൗകര്യവുമുണ്ട്. എന്നാൽ പ്രവാസികളായ NRI സുഹൃത്തുക്കൾക്കും ട്രസ്റ്റുകൾക്കും ഈ പദ്ധതിയിൽ ചേരാൻ അനുവാദമില്ല എന്ന കാര്യം കൂടെ ഓർക്കുക. ഇനി ഇതിന്റെ കാലാവധിയെക്കുറിച്ചും പണം എപ്പോൾ പിൻവലിക്കാം എന്നതിനെ കുറിച്ചും പറയാം. NSCയുടെ കൃത്യമായ കാലാവധി 5 വർഷമാണ്. സാധാരണ രീതിയിൽ ഈ 5 വർഷം തികയുന്നതിന് മുൻപ് ഇതിൽ നിന്നും പണം പിൻവലിച്ച് പുറത്തു കിടക്കാൻ സാധിക്കില്ല. എന്നാൽ നിക്ഷേപകന്റെ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ കോടതിയുടെ പ്രത്യേക ഉത്തരവ് ഉണ്ടാവുകയോ ചെയ്യുന്ന അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ കാലാവധിക്ക് മുൻപ് പണം പിൻവലിക്കാൻ അനുവാദമുള്ളൂ. 1 വർഷത്തിനുള്ളിലാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ പലിശയൊന്നും കിട്ടില്ല. നിങ്ങൾ നിക്ഷേപിച്ച അസൽ തുക മാത്രമേ തിരികെ ലഭിക്കൂ. അതേസമയം 3 മുതൽ 5 വർഷത്തിനുള്ളിലാണ് പിൻവലിക്കുന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ സാധാരണ സേവിങ്സ് അക്കൗണ്ടിന്റെ പലിശ നിരക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. NSCയിൽ എങ്ങനെയാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്? ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായും ഓൺലൈനായും വളരെ എളുപ്പത്തിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഓഫ്ലൈനായി ചെയ്യാൻ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് ചെന്ന് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഫോട്ടോയും ഒപ്പം പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ കാർഡ് പോലുള്ള തിരിച്ചറിയൽ മേൽവിലാസ രേഖകളുടെ കോപ്പികളും സമർപ്പിച്ചാൽ മതിയാകും. ഒറിജിനൽ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തുക അടച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇനി നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നെറ്റ് ബാങ്കിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടും ഇത് ചെയ്യാം. നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്ത് സർവീസ് റിക്വസ്റ്റിൽ പോയി ഓപ്പൺ ആൻഡ് NSC അക്കൗണ്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് തുക നൽകി നിബന്ധനകൾ അംഗീകരിച്ച് ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ചാൽ ഓൺലൈനായും നിക്ഷേപം പൂർത്തിയാകും. ഇതിന് ഡിപ്പോസിറ്റ് രസീത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ വാങ്ങിയ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്ങാനും നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പേടിക്കേണ്ടതില്ല. ഇത് തന്ന പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഫോം പൂരിപ്പിച്ച് നൽകിയാൽ പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 5 വർഷത്തെ കാലാവധി കഴിയുമ്പോൾ ഈ പണം വാങ്ങാൻ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങിയ അതേ പോസ്റ്റ് ഓഫീസിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ത്യയിലെ ഏത് പോസ്റ്റ് ഓഫീസ് ശാഖയിൽ നിന്നും ഈ തുക പിൻവലിക്കാവുന്നതുമാണ്. മറ്റൊരു ബ്രാഞ്ചിൽ നിന്നാണ് പണം വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പറും വിലാസവും അടങ്ങിയ ഒരു അപേക്ഷ നൽകേണ്ടി വരും. കാലാവധി തീരുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ രേഖയും എൻകാഷ്മെന്റ് ഫോമും നൽകി നിങ്ങൾക്ക് മുഴുവൻ തുകയും കൈപ്പറ്റാം. ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം ഇതിന്റെ കാലാവധി തീരുമ്പോൾ തുകയ്ക്ക് മുകളിൽ TDS ഒന്നും തന്നെ കുറയ്ക്കില്ല എന്നതാണ്. അതിനാൽ നിയമപ്രകാരം വരാവുന്ന നികുതികൾ ഉണ്ടെങ്കിൽ അത് നിക്ഷേപകൻ നേരിട്ട് അടച്ചാൽ മതിയാകും. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പ്രധാന ചോദ്യം ഇതായിരിക്കും: ഇതിൽ ഞാനൊരു തുക നിക്ഷേപിച്ചാൽ എനിക്ക് അവസാനം എത്ര രൂപ കയ്യിൽ കിട്ടും? നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം. നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ ഈ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിൽ നിക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കുക. നിലവിലുള്ള 7.7% പലിശ നിരക്ക് പ്രകാരം 5 വർഷത്തെ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ 5 ലക്ഷം രൂപ ഏകദേശം 7,24,500 രൂപയായിട്ടാണ് തിരികെ ലഭിക്കുക. അതായത് പലിശ ഇനത്തിൽ മാത്രം നിങ്ങൾക്ക് 2,20,000-ലധികം രൂപ ലാഭം കിട്ടുന്നുണ്ട്. ഈ പലിശ തുക ഓരോ വർഷവും കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഇത്രയും മികച്ചൊരു റിട്ടേൺ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒട്ടും റിസ്ക് ഇല്ലാതെ സർക്കാർ സുരക്ഷയോടെ നിങ്ങളുടെ പണം വളർത്താനും ഒപ്പം ടാക്സ് ലാഭിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഉടൻ തന്നെ ഒരു NSC അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിലും ഷെയർ മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും
ഇത്തരമൊരു നിക്ഷേപം നിങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും മുകളിലേക്കും താഴേക്കും പോകാം. എന്നാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉറപ്പുള്ള, എന്ത് വന്നാലും തകരാത്തൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും ബുദ്ധിയാണ്. അതുകൊണ്ട് മറ്റ് റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നവർക്ക് പോലും തങ്ങളുടെ പണത്തിന് ഒരു സേഫ്റ്റി നെറ്റായി NSE കൂടെ കൊണ്ടുപോകാം. ഇത് നിങ്ങളുടെ സമ്പാദ്യത്തിന് ഒരു ബാലൻസ് തരും. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം അല്ലെങ്കിൽ ഭാവിയിലെ മറ്റെന്തെങ്കിലും വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്ര രൂപ എനിക്ക് 5 വർഷം കഴിഞ്ഞ് കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു തുക മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെയില്ല. ഒപ്പം കയ്യിൽ നിന്ന് പോകുന്ന വലിയൊരു തുക ടാക്സ് ലാഭിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ലിസ്റ്റിലേക്ക് ധൈര്യമായി ചേർക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് NSE.